ഹായ് ഹലോ, ഇറ്റ്സ് മിഹിരൻ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തമ്പിലിൽ കണ്ട പോലെ തന്നെ ഞങ്ങൾ ഈ മഞ്ഞ ഡ്രസ്സൊക്കെ കണ്ടപ്പോൾ തന്നെ ഏകദേശം ഒരു കാര്യം പിടികിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിന്ന് എല്ലാവരും കൂടി ഡ്രസ് കോഡൊക്കെ ആക്കിയിട്ട് മോം ടു ബിക്ക് പോവുകയാണ് കേട്ടോ. ഞങ്ങളെ ഗെയിങ്ങിലുള്ള 3ാമത്തെ ആളുടെ മോം ടു ബി ആണ് കേട്ടോ ഈ നടത്തുന്നത്. അപ്പോൾ ഇതാ വീട്ടിലെത്തിയപ്പോൾ തന്നെ അവിടെ സർപ്രൈസ് ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. കാരണം അവളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉടനെ വിളിച്ച് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വീട്ടിലാരെങ്കിലും ഒരാൾ അറിഞ്ഞാലല്ലേ നമുക്ക് അവൾ വീട്ടിലുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ അപ്പോൾ ഉടനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകാൻ തന്നെ ഞങ്ങൾ കേക്കും ബലൂണും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ പോയത്. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ആ സമയത്തൊന്നും വീഡിയോ എടുക്കണം എന്നുള്ള ഒരു മൈൻഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക്. പിന്നെ അവിടെ എത്തിയപ്പോഴാണ് ഞാൻ വിചാരിച്ചതൊക്കെ കൂടെ ഒരു വീഡിയോ എടുത്ത് ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാന്നുള്ളത്. കാരണം എൻ്റെ കമൻറ്റിൽ 1-2 ആളുടെ കമൻറ്റും കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ മുന്നേട്ട് മോം ടു ബി വീഡിയോയിൽ ഫുൾ വീഡിയോ ഇടാൻ വേണ്ടി ലോങ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ലോങ് വീഡിയോ എടുക്കാമെന്നുള്ളത്. പറ്റുന്ന പോലെ കുഞ്ഞു കുഞ്ഞു ഷോർട്സൊക്കെ ആക്കിയിട്ട് എടുത്തു കിട്ടോ. അങ്ങനെ ഞങ്ങൾ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവളുടെ അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അമ്മ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ചായയൊക്കെ തന്നിട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കുറച്ച് സമയം അവിടെ നിന്ന് കഥയൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഞങ്ങൾ ഫസ്റ്റ് മോം ടു ബിക്ക് പോയത് മേഘേൻ്റെതായിരുന്നു. അപ്പം ഈ മോം ടു ബിക്ക് മേഘേൻ്റെ വാവയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ പിന്നെ കേക്കൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ തുടങ്ങി കേട്ടോ. ഇത് ചിന്നു പോയിട്ട് മോം ടു ബി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അവൾക്ക്. അപ്പോൾ അത് തലതിരിഞ്ഞിട്ടിട്ട് റാണി പറഞ്ഞു ഞാൻ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് റാണി പോയി ഇട്ട് കേട്ടോ. അതും തലതിരിഞ്ഞ് തന്നെയാണ് കേട്ടോ ഇട്ടത്. അതിന് ശേഷം ഞാൻ തന്നെ പോയിട്ട് ഞാൻ മാറ്റി ഇട്ട് കൊടുത്തു കേട്ടോ. എന്താ ഭാഗത്തിന് ഞാനിട്ടപ്പോൾ തന്നെ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അവളെ നിപ്പിച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. ഇപ്പം കുറച്ച് കാലം കഴിയുമ്പോൾ കുഞ്ഞിനൊക്കെ വലുതായി കഴിയുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു എന്താ പറയുക ഒരു മെമ്മറി അല്ലേ. ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എന്താ പറയുക നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അങ്ങനെ എടുത്തതാണ്. അങ്ങനെ വാമയോളം ഉറങ്ങുമായിരുന്നു. പിന്നെ പെട്ടെന്ന് എണീറ്റ് അതിന് ശേഷം ഞങ്ങളെല്ലാവരും നിന്നിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തിട്ടോ. ഇതൊക്കെ അവളെ എന്താ പറയുക ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് പോസ്. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ കുറേ ബലൂൺ ടേബിൾ മേലെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് ചൂടെടുക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഫാനിട്ട് അപ്പോൾ ബലൂണൊക്കെ പാറിപ്പോയി. പിന്നെന്താ അപ്പോൾ അതാ അടുത്ത പരിപാടി കേക്ക് കട്ടിങ് ആണ് കേട്ടോ. അതിന് ശേഷവും പിന്നെയും കുറച്ചും വീഡിയോസും ഫോട്ടോസും കേക്ക് പിടിച്ചിട്ടും പിടിക്കാണ്ടും അങ്ങനെ ഓരോരോ പോസിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് കാണുമ്പോൾ ഒരു സുഖമല്ലേന്ന് വിചാരിച്ചിട്ട് പിന്നെന്താ അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. വലിയ കാര്യമായിട്ടൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതിനെ ഞാൻ ഓരോരുത്തർ എടുത്തെടുക്കുന്നൊക്കെ വീഡിയോസൊക്കെ എടുത്തിട്ടാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ തന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് ആഘോഷിച്ചു കേട്ടോ. എന്തായാലും അതിനൊരു സർപ്രൈസ് ആയി തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം എന്താ പറയുക നമുക്ക് നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നിയല്ലേ മറ്റുള്ളവർക്ക് സർപ്രൈസ് ആയെന്ന് തോന്നി നമുക്ക് ഭയങ്കര ഒരു സന്തോഷമല്ലേ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ വീട്ടിൽ നിന്നാണെങ്കിൽ വിളിയായിരുന്നു കേട്ടോ. വരുന്നില്ലെന്ന് ചോദിച്ചിട്ട്. കാരണം കുറച്ച് സമയം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വാമിമോളുള്ളതുകൊണ്ട് തന്നെ ഏട്ടൻ കൂട്ടാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ധൈര്യത്തിനാണ് ഞങ്ങൾ ലേറ്റായി തന്നെ നിന്നത് കേട്ടോ. അതിന് ശേഷം കേക്കൊക്കെ ഇട്ടതിന് ശേഷം എല്ലാവർക്കും കൊടുക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ കേക്ക് കഴിച്ച് പിന്നെ കുറച്ച് വീഡിയോസ് ഷോർട്സൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അവിടുന്ന് ബലൂണൊക്കെ സെറ്റാക്കിയിട്ട് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് കഥയൊക്കെ പറഞ്ഞു കേട്ടോ. കാരണം ഏട്ടൻ വരാനുണ്ടായിരുന്നു. ഏട്ടൻ വന്നപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. ഈ വീഡിയോ ഞാൻ എടുത്തിട്ട് കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ എഡിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ആണെങ്കിൽ എൻ്റെ സൗണ്ട് നന്നായിട്ട് മാറിയിട്ടുണ്ട്. കാരണം തണുപ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഒരു ഉഷാറില്ലാത്ത പോലെ സംസാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ എന്താ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ എന്താ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ. പിന്നെ ഞങ്ങളെടുത്ത ഷോർട്സിൻ്റെ ചെറിയൊരു ഭാഗം ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബൈ. അടുത്തൊരു പുതിയ വീഡിയോ ആയി കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.